ോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ റിന്നിന് മനസ്സിലാവും ചുറ്റുമുള്ളവരെല്ലാവരും കളിക്കുന്നത് അത് ഇസക്കിയെ ഡിപ്പെൻഡ് ചെയ്താണെന്ന്. അവനെ ഡിപ്പെൻഡ് ചെയ്ത് ഇനിയും കളി മുൻപോട്ട് പോയാൽ തീർച്ചയായിട്ടും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതെന്റെ ഡേ ആണ്, എന്റെ മാച്ചാണ്. എന്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത് എന്റെ ബ്രദർ ഇത്തോഷി സായി അവനെ തോൽപ്പിച്ച് അവന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ആദ്യം എങ്ങനെയെങ്കിലും ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് അവനെങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ്. അതേസമയം ഹീറോ ആണെങ്കിൽ റിന്നിനെ നോക്കും. റിൻ ഒറ്റ ഒരുത്തൻ ഈ കളത്തിലുള്ളതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതെന്ന് അവൻ അറിയാം. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഗോൾ അടിക്കാനായി ഓരോരുത്തരും സർവൈവ് ചെയ്ത് വന്നതും ഓരോരുത്തരെടുത്ത മൂവ്മെന്റും അത് ആലോചിക്കുകയാണ്. എല്ലാവരും എടുത്ത ഓരോ മൂവ്മെന്റും ആക്ഷൻസും അതെല്ലാം തന്നെ 100% പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈസി ആയിട്ട് അവർക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ പവർ കറക്റ്റ് സ്ഥാനത്ത് നന്നായിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും ഇനി ഇല്ലാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും റിന്നും അവർ രണ്ടുപേരും അങ്ങനെ ഫയറായിട്ട് നിൽക്കും. MVP മോഡ് അതാണ് ഇനി അവരുടെ അടുത്ത അറ്റാക്കിംഗ് സ്റ്റൈല്. ബ്ലൂ ലോക്കിലെ ഓരോ മെമ്പേഴ്സും ഇപ്പൊ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയാണ്. വിസിലാണെങ്കിൽ നീട്ടി അടിക്കും. അടുത്ത നിമിഷം നും സായി തോഷിയും അവർ രണ്ടുപേരും ബോളുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ഇത്തവണ സായിയുടെ കയ്യിലാണ് ബോൾ ഉള്ളത്. അവനത് ആർക്ക് പാസ് ചെയ്യുമെന്ന് അവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കും. പക്ഷെ അവരുടെ എല്ലാം എക്സ്പെക്ടേഷനുകളെ കാറ്റിൽ പറത്തി അവൻ ട്രിപ്പിൾ അടിച്ച് ആ ബോളുമായിട്ട് കുതിക്കുകയാണ്. ടായി ആണെങ്കിൽ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ഓരോരോ കളിക്കാരായിട്ട് അങ്ങനെ ഓവർകം ചെയ്ത് മുൻപോട്ടേക്ക് പോകും. വേഗത്തിൽ അവൻ കുതിച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അവന് വല്ലാത്തൊരു അത്ഭുതം തോന്നും. വാവ്, സത്യത്തിൽ ഇപ്പോഴാണ് സായി തോഷി അവന്റെ ഫുൾ പവർ പുറത്തെടുത്തതെന്ന് പറഞ്ഞ് ഹീറോയും അവന്റെ പിന്നാലെ ഓടും. ഇപ്പൊ ബ്ലൂ ലോക്ക് ടീമിലുള്ള ഒട്ടുമിക്ക എല്ലാ മെമ്പേഴ്സും അവന്റെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ റിന്നാണെങ്കിൽ ചാടി വീണ് അവനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സായി അവനെ തട്ടിയിട്ട് മുൻപോട്ടേക്ക് പോവും. റിന്ന് പല്ല് കടിച്ച് അവിടെ ഉണ്ടായിരുന്ന പുല്ല് അത് വലിച്ചു പറിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചാണ് കളിച്ചു വളർന്നത്. അവൻ ഒരുപാട് സ്കില്ലുകളുണ്ട്. പക്ഷേ അവൻ്റെ അതേ രക്തം തന്നെയാണ് എൻ്റെ ബോഡിയിൽ ഓടുന്നത്. സോ ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഒരു കാരണവശാലും അവനെ ജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ തൊട്ടു പിന്നാലെ റിന്നും ഓടാൻ തുടങ്ങും. ഇവിടെ ഇത്തോഷിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് യുക്കീമിയയും റിയോയും അവർ തയ്യാറാവും. അതേസമയം റിന്നാണെങ്കിൽ സായി ഇത്തോഷിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ കൊണ്ട് കഴിയും. അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചിന്തിക്കുമെന്നൊക്കെ അവൻ ആലോചിക്കാൻ തുടങ്ങും. റിന്നിനാണെങ്കിൽ കറക്റ്റായിട്ട് പിടികിട്ടും. അവൻ ചെയ്യുന്നത് പാസീവ് ട്രിപ്പിളിംഗ് ആണ്. അതായത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ബോളിന് ആരുടെയും കയ്യിൽ കൊടുക്കാതെ അവൻ തന്നെ സ്പിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ചെറുപ്പം മുതലേ സായുടെ ഈ ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് അവൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിന്നാണെങ്കിൽ അധികം എനർജി ഒന്നും യൂസ് ചെയ്യാതെ ഇപ്പോ ആ നീലത്തലേനെയും പാസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. ഇവിടെ റിന്നാണെങ്കിൽ അവൻ സായി ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആലോചിക്കും. അതേസമയം അരിയോ അവൻ സായിയെ ബ്ലോക്ക് ചെയ്യേണ്ട താമസം സായി ആ ബോള് അതൊരൊറ്റ ചവിട്ടിന് മുടിയന്റെ അടുത്ത് എത്തിക്കും. അവനാണെങ്കിൽ ഷൂട്ട് എടുക്കാൻ തയ്യാറാവും. ഉടനെ റിന്ന് അവൻ ചാടി വീഴും. കറക്റ്റായിട്ട് മുടിയന്റെ കാല് റിന്നിന്റെ മുഖത്ത് കൊള്ളുകയാണ്. അവനാണെങ്കിൽ വേദനയിൽ താഴേക്ക് വീഴും. പക്ഷേ അതൊരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അവന് കാർഡൊന്നും കിട്ടില്ല. സായിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. റിന്നിന് ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറില്ല. അവൻ എന്തുകൊണ്ടായിരിക്കും അവനെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഈ ഒരു ഗോള് അത് തടയാനായിട്ട് ശ്രമിച്ചവൻ ചിന്തിച്ചു നിൽക്കും. റിന്നാണെങ്കിൽ സായി തോഷിയെ തന്നെയാണ് നോക്കുന്നത്. കാരണം അവരുടെ ടീമിലുള്ള ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു പ്രത്യേക പവർ കിട്ടിയിരിക്കുകയാണ്. ആയുടെയും മുടിയന്റെയും അങ്ങനെ അവരുടെ ടീമിലെ ഓരോരുത്തരുടെയും ചേഞ്ച് അതിപ്പോൾ അവന്റെ മനസ്സിൽ മറ്റൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. മാച്ച് സ്റ്റാർട്ടാവും. റിയോ ആണെങ്കിൽ നാഗിക്ക് ബോള് അത് പാസ് ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഓടും. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരേ ഒരു കാര്യം അതെനിക്ക് ചെയ്യണം. ഉടനെ ബാച്ചിറോ ആണെങ്കിൽ ഇപ്പോ ഇസക്കയുടെ തൊട്ടടുത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ബോളിന് വേണ്ടി മുൻപോട്ടേക്ക് കുതിക്കും. നാഗി ആണെങ്കിൽ ബോൾ പാസ് ചെയ്യും. റിന്നും ഇസക്കയും അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബോൾ പാസ് ചെയ്ത് മുൻപോട്ടേക്ക് ഓടും. ബാച്ചിറോ ആണെങ്കിൽ ബോൾ ഏറ്റെടുത്ത് ഇപ്പൊ മുൻപിലുണ്ടായിരുന്ന ഒരു ഡിഫൻഡറിനെ അവനെ വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ടേക്ക് ബോളിനെ ഞൊടിയിടയിൽ ഹിറ്റ് ചെയ്ത് കൊണ്ടുപോകും. ബാച്ചിറോയെ ചുറ്റി ഇപ്പൊ ഒരുപാട് ഡിഫൻഡേഴ്സ് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഐക്യു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ബോൾ തട്ടിയെടുക്കാനായിട്ട് ഒരുപാട് പ്ലാനൊക്കെ ഇടും. അതേസമയം നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ബാച്ചിറോട് വിളിച്ചു പോവും. ബാച്ചിറോ പാസ് ദ ബോൾ. പക്ഷെ ബാച്ചിറോ ആണെങ്കിൽ അത് ഹീറോയ്ക്ക് പാസ് ചെയ്യാൻ തയ്യാറാവില്ല. ഐക്യു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കും. അവൻ ഒരുപാട് നേരമായി ട്രിപ്പിൾ ചെയ്യാണ്. പാസ് ചെയ്യാൻ 2% ചാൻസ് മാത്രമേ കാണുന്നുള്ളൂ. ബാച്ചിറോ ചാടി വന്ന് പാസ് ചെയ്യും പോലെ ആ ബോളിന് ഇടിക്കും. ആ ബോളിന് ഹിറ്റ് ചെയ്യും. എല്ലാവരും ബോള്
അതിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഗ്യാപ്പിൽ ബാച്ചറോ ആണെങ്കിൽ ആ ബോൾ തട്ടി മുൻപിലേക്ക് പോകും. ഗോളിയാണെങ്കിൽ മുൻപിലേക്ക് വന്ന് അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ബാച്ചറോ അവൻ ഒരുപാട് ഹൈറ്റിൽ ചാടി ബോളുമായിട്ട് മുൻപിലേക്ക് തന്നെ പോകും. ബോൾ ആണെങ്കിൽ ഗോൾ പോസ്റ്റിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം ഷൂട്ടോ അവനിപ്പോ ആ ബോൾ കിക്ക് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യും. ഐക്യു ചോദിക്കും, നിന്റെ ഡിഫൻസ് അത് ഇത്രയും വീക്കാണോ? അതിനവൻ പറയും, എന്റെ യഥാർത്ഥ ടാലന്റ് അത് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ബോൾ ഇപ്പോൾ ഉള്ളത് ഇത്തോഷിയുടെ കയ്യിലാണ്. കരോസിയും റിയോയും അവർ രണ്ടുപേരും അവനെ ബ്ലോക്ക് ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പോ കളിയുടെ പിരിട്ട് കൂടിക്കൂടി വന്ന് അവർ വേറെ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ മാത്രം ഇപ്പോഴും വീക്കായിട്ട് മാറി നിൽക്കുന്നു എന്ന് അവൻ ചിന്തിക്കും. ഇത്തോഷിയാണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ടീമിലുള്ള വേറെ രണ്ടുപേരുടെ അടുത്തേക്ക് ബോൾ തട്ടിവിടും. അവരെ ബ്ലോക്ക് ചെയ്ത് അരിയോയും ആ നീലത്തലേനും അവർ രണ്ടുപേരും അവരുടെ മുൻപിലേക്ക് വരും. പക്ഷെ അവർ രണ്ടുപേരും ബുദ്ധിപരമായിട്ട് നമ്മുടെ ആൾക്കാരെ വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ടേക്ക് പോവാണ്. ഉടനെ ഷൂട്ടോ അവനൊരു ഓപ്പണിംഗ് കിട്ടി ഗോൾ അടിക്കാനുള്ള 100% ചാൻസ് കയ്യിലെത്തിയിരിക്കുകയാണ്. അവൻ ആ ബോള് ഇറങ്ങി വന്ന് അങ്ങനെ കിക്ക് ചെയ്യും. ഉടനെ നാഗിയും ബാറോയും ആ ബോൾ ബ്ലോക്ക് ചെയ്യാണ്. പക്ഷെ ബോൾ ആണെങ്കിൽ വീണ്ടും ആ ഇത്തോഷിയുടെ കയ്യിലേക്ക് പോവാണ്. അത് കണ്ട നമ്മുടെ ഹീറോ അവനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൻ ആ ബോൾ ആണെങ്കിൽ ഐക്യുവിന് പാസ് ചെയ്യും. അതിന് ഐക്യു ബ്ലൂ ലോക്ക് ടീമിനെ നോക്കി പറയും, ഐ എം സോറി ബ്ലൂ ലോക്ക് ടീം, ഞാൻ മുൻപ് വലിയൊരു സ്ട്രൈക്കർ ആയിരുന്നു എന്ന് പറഞ്ഞ് അവൻ ഗോൾ അടിക്കാൻ ശ്രമിക്കും. അതിന് റിന്നാണെങ്കിൽ അതിനെങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാണ്. U20യുടെ അഡ്വൈസർ ആണെങ്കിൽ അത് കണ്ട് പല്ല് കടിക്കാണ്. ജനങ്ങളെല്ലാവരും ഇപ്പോ ബ്ലൂ ലോക്കിനായിരിക്കും സപ്പോർട്ട് ചെയ്യുക. ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ നിർവികാരതയോട് കൂടെ റിന്നിനെ ഒന്ന് നോക്കും. ഇവിടെ ഇത്തോഷി സായി ആണെങ്കിൽ കോർണർ കിക്ക് ചെയ്യാനായിട്ട് ബോളിന് അടുത്തേക്ക് പോവും. അത് കണ്ട റിന്ന് എന്നെ കൊണ്ട് മാത്രമേ അവനെ തടയാൻ പറ്റൂന്ന് പറഞ്ഞ് അവനെ പ്രിവെന്റ് ചെയ്യാൻ അവന്റെ മുൻപിലേക്ക് പോവും. സായി ആണെങ്കിൽ ബോൾ വലിച്ചടിക്കും. അടുത്ത നിമിഷം റിന്നും അവന്റെ കൂടെ തന്നെ ഐക്യുവും രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് ബോളിനെ നോക്കി എടുത്ത് ചാടുകയാണ്. ഐക്യുവിന്റെ ലക്ഷ്യം ഹെഡ് അടിക്കുക എന്നതും റിന്നിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ ഗോൾ തടയുക എന്നതുമാണ്. അവർ രണ്ടുപേരെ സർപ്രൈസിലാക്കി ആ മുടിയൻ അവൻ മുൻപോട്ടേക്ക് വന്ന് ബോൾ എടുക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോൾ റിന്നിന്റെ എല്ലാ പ്രതീക്ഷകളും പതിയെ അസ്തമിക്കുകയാണ്. ഞാൻ എൻ്റെ ചേട്ടന് മുൻപിൽ തോറ്റു എന്നവൻ ചിന്തിക്കുന്ന സമയമായിരിക്കും ഹീറോ അവിടേക്ക് വന്ന് ആ ബോളിനെ ചെറുതായിട്ട് ഒന്ന് തട്ടുക. അതിനുശേഷം വീണ്ടും ആ ബോൾ കൈക്കലാക്കി കൗണ്ടർ അറ്റാക്ക് ചെയ്യും. റിന്നിന് മനസ്സിലാവും, ഇസക്കി അവൻ ഒരു കാരണവശാലും എന്നെ തോക്കാനായിട്ട് അനുവദിക്കില്ല, ഞാനും അതിന് തയ്യാറാവില്ല. ആക്ച്വലി എന്നിലെ ഫയർ അത് കണ്ടാണ് ഇവരെല്ലാവരും ഇമ്പ്രൂവ് ആയത്. സോ ഞാനും അത് മനസ്സിലാക്കി എൻ്റെ പവറും സ്കില്ലും മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ ഒരു ഡ്രാഗനെ പോലെ അലറും. എൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ കൂടി വരും. അവന് വൊമിറ്റ് ചെയ്യാൻ ഫീൽ ചെയ്യും. എന്തോ ഒന്ന് അവനെ വല്ലാതെ പുഷ് ചെയ്യുന്നതായിട്ട് അവന് തോന്നുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.